അയാളെ ഒരു കൂട്ടം കടൽക്കൊള്ളക്കാർ പിടികൂടി. പക്ഷേ അയാളുടെ പെരുമാറ്റം ഒരു തടവുകാരന്റേതായിരുന്നില്ല. അവർ 20 ടാലന്റ് മോചനദ്രവ്യം ചോദിച്ചപ്പോൾ അതയാൾക്കൊരു അപമാനമായി തോന്നി. തുക വളരെ കൂടുതലായതുകൊണ്ടല്ല, മറിച്ച് തന്റെ വിലയ്ക്ക് അത് തീരെ കുറഞ്ഞുപോയി എന്നതുകൊണ്ടാണ്. അത്രയും ചെറിയൊരു തുക തന്റെ പദവിക്ക് ചേർന്നതല്ലെന്നും അതൊരു അപമാനമാണെന്നും വാദിച്ച് അയാൾ തന്നെ മോചനദ്രവ്യം 50 ടാലന്റായി ഉയർത്തിച്ചു. മോചനദ്രവ്യം എത്താനായി കാത്തിരുന്ന ദിവസങ്ങളിൽ ആ കപ്പലിന്റെ യജമാനൻ അയാൾ തന്നെയാണെന്ന മട്ടിലായിരുന്നു പെരുമാറ്റം. ഉറങ്ങാൻ നേരം ശബ്ദമുണ്ടാക്കിയാൽ അവരെ ശകാരിക്കും, അവരുടെ പാട്ടുകളെ പുച്ഛിക്കും, എന്നിന് അവരുടെ കളികളിൽ വരെ കൊടുമായിരുന്നു. അവരോടൊപ്പം ചിരിച്ചും കളിച്ചും മദ്യപിച്ചും ഇരിക്കുമ്പോഴും ഒരൊറ്റ കാര്യം അയാൾ എപ്പോഴും അവരെ ഓർമ്മിപ്പിച്ചു: ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ തിരികെ വന്ന് നിങ്ങളെയെല്ലാം കുരിശിൽ തറച്ചിരിക്കും. ഇത് കേട്ട് കടൽക്കൊള്ളക്കാർ ചിരിച്ചു തള്ളി. പക്ഷേ അയാൾ പറഞ്ഞ ഓരോ വാക്കും അക്ഷരം പ്രതി നടപ്പാക്കുമെന്ന് അവർ കരുതിയതേയില്ല. മോചനദ്രവ്യം നൽകി സ്വതന്ത്രനായ ഉടൻ അയാൾ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു. ആ കടൽക്കൊള്ളക്കാരെ ഓരോരുത്തരായി വേട്ടയാടിപ്പിടിച്ചു. എന്നിട്ട് വാക്കുകൊടുത്തതുപോലെ തന്നെ അവരെ കുരിശിൽ തറച്ചു. പക്ഷേ ആ കൊടിയ വേദന ലഘൂകരിക്കാനുള്ള ഒരു ദയ എന്നോണം അതിനു മുൻപ് അവരുടെ എല്ലാം കഴുത്തറുക്കാൻ അയാൾ ഉത്തരവിട്ടു. ആ തടവുകാരൻ മറ്റാരുമായിരുന്നില്ല, ചരിത്രം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിമാരിലൊരാൾ, ഗായസ് ജൂലിയസ് സീസർ.